ഏഷ്യ കപ്പ് റൈസിംഗ് സ്റ്റാർ ടൂർണമെന്റിൽ ഇന്ത്യയെ പരാജയപ്പെടുത്തി ബംഗ്ലാദേശ് ഫൈനലിലേക്ക് കടന്നു. ത്രില്ലർ പോരാട്ടത്തിൽ സൂപ്പർ ഓവറിലാണ് ബംഗ്ലാദേശ് ഇന്ത്യയെ വീഴ്ത്തിയത്. നിശ്ചിത സമയത്ത് മത്സരം സമനിലയിലായതിനെ തുടർന്ന് നടന്ന സൂപ്പർ ഓവർ മത്സരം ഇന്ത്യക്ക് ദുരന്തമായി മാറുകയായിരുന്നു. മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത ബംഗ്ലാദേശ് 20 ഓവറിൽ 194 റൺസാണ് എടുത്തത്. 6 വിക്കറ്റാണ് അവർക്ക് നഷ്ടമായത്. ഹബീബുർ റഹ്മാനാണ് അവരുടെ ടോപ്പ് സ്കോറർ. 46 പന്തിൽ അദ്ദേഹം 65 റൺസാണ് എടുത്തത്. ജിഷൻ ആലം 26 റൺസ് എടുത്തപ്പോൾ അവസാന ഓവറുകളിൽ മെഹ്റൂബ് 18 പന്തിൽ 48 റൺസ് എടുത്തും യാസർ അലി 9 പന്തിൽ 17 റൺസ് എടുത്തും ഒരു വെടിക്കെട്ട് പ്രകടനം നടത്തി. 18 ഓവർ അവസാനിക്കുമ്പോൾ വെറും 144 റൺസ് മാത്രമായിരുന്നു ബംഗ്ലാദേശിന് ഉണ്ടായിരുന്നത്. 6 വിക്കറ്റുകളായിരുന്നു നഷ്ടമായിരുന്നത്. എന്നാൽ അവസാനത്തെ 2 ഓവറിൽ 50 റൺസാണ് അവർ അടിച്ചുകൂട്ടിയത്. 19ാമത്തെ ഓവറിൽ വന്നത് 28 റൺസാണ്. 4 സിക്സും ഒരു ഫോറും അവർ അടിച്ചു. 20ാമത്തെ ഓവറിൽ വന്നതാകട്ടെ 22 റൺസും 2 ഫോറും 2 സിക്സും. അങ്ങനെ അവർ 20 ഓവറിൽ 194 എന്ന മികച്ച സ്കോറിലേക്ക് എത്തി. മറുപടി ബാറ്റിംഗിന് ഇറങ്ങിയ ഇന്ത്യക്കും വെടിക്കെട്ട് തുടക്കമാണ് ലഭിച്ചത്. വൈഭവ് സൂര്യവംശി 15 പന്തിൽ 38 റൺസ് എടുത്തും പ്രിയാൻ ഷാര്യ 23 പന്തിൽ 44 റൺസ് എടുത്തും മടങ്ങി. ജിതേഷ് ശർമ്മ 23 പന്തിൽ 33 റൺസ് എടുത്തപ്പോൾ നേഹൽ വധേര 29 പന്തിൽ 32, രമൺദീപ് സിംഗ് 11 പന്തിൽ 17, അശുതോഷ് ശർമ്മ 6 പന്തിൽ 13 എന്നിവരുടെയൊക്കെ സംഭാവനയായപ്പോൾ ഇന്ത്യയും 20 ഓവറിൽ 6 വിക്കറ്റ് നഷ്ടത്തിൽ 194 റൺസ് എടുത്തു. നാടകീയമായിരുന്നു അവസാന ഓവർ. ഒരു ക്യാച്ച് ബംഗ്ലാദേശ് താരം കൈവിട്ടപ്പോൾ ഒരു റൺഔട്ടിനുള്ള അവസരവും ബംഗ്ലാദേശ് താരങ്ങൾ നഷ്ടമാക്കി. അവസാനം ഒരു പന്തിൽ വിജയിക്കാൻ 4 റൺസ് വേണ്ടിയിരുന്നപ്പോൾ 3 റൺസ് ഓടിയെടുത്താണ് ഇന്ത്യ സ്കോർ സമനിലയിലാക്കിയത്. അങ്ങനെ മത്സരം സൂപ്പർ ഓവറിലേക്ക് നീണ്ടു. മത്സരത്തിൽ മികച്ച സ്ട്രൈക്ക് റേറ്റിൽ ബാറ്റ് വീശിയ വൈഭവ് സൂര്യവംശിയെയും പ്രിയാൻ ഷാരിയെയും പ്രതീക്ഷിച്ചവർക്ക് ഞെട്ടലുണ്ടാക്കിക്കൊണ്ടാണ് ജിതേഷ് ശർമ്മയും രമൺദീപും സൂപ്പർ ഓവറിൽ ബാറ്റ് വീശാൻ എത്തിയത്. ആദ്യ പന്തിൽ ജിതേഷ് മടങ്ങി ബോൾഡ് ആവുകയായിരുന്നു. രണ്ടാമത്തെ പന്തിൽ രമൺദീപും മടങ്ങി. അങ്ങനെ ഒരു റൺസ് മാത്രം വിജയലക്ഷ്യം ലഭിച്ച ബംഗ്ലാദേശിന്റെ ആദ്യ വിക്കറ്റ് ആദ്യ പന്തിൽ തന്നെ നഷ്ടപ്പെട്ടു. സുയാഷ് ശർമ്മയാണ് വിക്കറ്റ് എടുത്തത്. രണ്ടാമത്തെ പന്തിൽ സുയാഷ് വൈഡ് എറിഞ്ഞതോടെ ബംഗ്ലാദേശ് വിജയം നേടുകയായിരുന്നു. അങ്ങനെ ഇന്ത്യക്ക് ദുരന്തമായി മാറിയ സൂപ്പർ ഓവറിൽ ത്രില്ലർ മത്സരത്തിൽ ബംഗ്ലാദേശ് വിജയിച്ചുകൊണ്ട് ഫൈനലിലേക്ക് കടന്നിരിക്കുകയാണ്.